ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് വെക്കേഷൻ ടൈമിൽ ഞാൻ സ്റ്റഡീസ് മാനേജ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ വെക്കേഷൻ ടൈമിൽ പഠിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവുമാണ് കേട്ടോ, എസ്പെഷ്യലി ഫോർ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്. ആദ്യം തന്നെ എന്നെക്കുറിച്ച് പറയാം. ഐ എം എ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ്. ട്യൂഷൻ തുടങ്ങി, സ്കൂൾ തുടങ്ങിയിട്ടില്ല, 10ാം ക്ലാസ് പഠിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ. ആൻഡ് അബൌട്ട് ദിസ് ചാനൽ, ഈ ചാനൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, 3 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. സോ ആ 3 വീഡിയോസും സ്റ്റഡി വ്ളോഗ്സ് ആൻഡ് ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കാട്ടോ. ആൻഡ് വൺ മോർ തിങ്, എൻ്റെ ഒരു ഡേത്തെ സ്റ്റഡി സെഷൻസ് മാത്രം കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള ടൈമിലൊക്കെ ഞാൻ TV കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പഠിക്കുന്ന സമയം മാത്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ജസ്റ്റ് ഡിസ്കസ് അബൌട്ട് ഡു വി നീഡ് ടു സ്റ്റഡി ഇൻ ദിസ് വെക്കേഷൻ ടൈം. വെക്കേഷൻ ടൈമിൽ പഠിക്കണോ, 10ാം ക്ലാസ്സിൽ പ്രത്യേകിച്ച് പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം യെസ് എന്നാണ് കേട്ടോ. അതിന് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഓൾറെഡി 10ാം ക്ലാസ്സിൽ പഠിച്ച ചില ചേച്ചിമാരും ചേട്ടന്മാരും നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരുടെ കമൻറ്റ്സ് വായിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അവരുടെ റിഗ്രറ്റ് ആണ്. അതേ റിഗ്രറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. അവർ പറയുന്നത് അവർ ഈ ഒരു ടൈമിലൊന്നും പഠിക്കാതെ ജസ്റ്റ് ആ ഒരു SSLC സമയത്ത് മാത്രം പഠിച്ച് അവർക്ക് എക്സാം ടൈമിൽ റിഗ്രറ്റ് ഫീൽ ചെയ്തു. എക്സാമിന് തലേ ദിവസം അങ്ങനെ നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ അവർ 10ാം ക്ലാസ്സിലും അതേ കാര്യം തന്നെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അവർക്ക് പറ്റിയൊരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ 2-3 വർഷം മുമ്പാണെങ്കിൽ അത് ചിലപ്പോൾ നടക്കുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷത്തെ കാര്യം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം എക്സാം പാറ്റേൺ നന്നായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. സിലബസ് വലിയ കടുകട്ടി അല്ലെങ്കിലും എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ 9th സ്റ്റാൻഡേർഡുകാരാണ്, നമ്മൾ 9th മാത്സൊക്കെ എക്സാം എഴുതിയ ആൾക്കാരാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ലെവൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ 10th നമ്മൾ ഫീൽ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിന് ഉള്ളിൽ അറിഞ്ഞ് പഠിക്കുകയാണ് വേണ്ടത്. വെക്കേഷൻ ടൈമിൽ ഞാൻ പഠിക്കണം എന്ന് പറയാനുള്ള രണ്ടാമത്തെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിസ്റ്റർ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഐ ഹാവ് എ എൽഡർ സിസ്റ്റർ. ഷീ ഈസ് ഓൺ 12th, ജസ്റ്റ് ഫിനിഷ്ഡ് 12th. ചേച്ചിക്ക് 10ാം ക്ലാസ്സിലെ ഫുൾ A+ ഉള്ള ആളാണ്. അപ്പോൾ ആ ചേച്ചി എന്നോട് അഡ്വൈസ് ചെയ്യുന്നത് ഈ ടൈമിൽ പഠിക്കാൻ തന്നെയാണ്. കാരണം ഷീ ഓൾസോ ഫീൽസ് റിഗ്രറ്റ്. ചേച്ചിക്ക് ഫുൾ A+ കിട്ടിയെങ്കിൽ പോലും അത് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, കുറേ ദിവസങ്ങൾ ഉറങ്ങാതെയൊക്കെ നന്നായി പഠിച്ചിട്ടാണ് അത് കിട്ടിയത്. സോ എനിക്ക് ആ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ചേച്ചി അങ്ങനെ പറയുന്നത്. സോ നമ്മൾ എക്സാം ടൈമിൽ കിടന്നു ആ ഒരു മാരത്തോൺ ഓട്ടം അത് ഓടാതിരിക്കാൻ ഇപ്പോൾ തന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ നിങ്ങളെല്ലാം ചിന്തിക്കും, ഈ ടൈമിലൊക്കെ ആകെയുള്ള ഒരു വെക്കേഷനാണ്, എങ്ങനെയാണ് പഠിക്കുക? ആക്ച്വലി ഞാനും നിങ്ങളുടെ ഏജ് ആണല്ലോ, എനിക്കും അത് ഫീൽ ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് ഫുൾ ടൈം ഇന്ന് പഠിക്കുമ്പോൾ ഇതിൽ ഞാൻ എൻ്റെ വ്ളോഗ് കാണിച്ചിട്ടുണ്ടല്ലോ, ഇതിൽ ഞാൻ ഫുൾ ടൈം ഒന്നും പഠിക്കുന്നില്ല. ഞാൻ ആക്ച്വലി ഐ എം എ ഫിലിം ലവർ. സോ ഞാൻ ഒരുപാട് മൂവീസ് കാണാറുണ്ട്. അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ ഞാൻ ഒരു ദിവസം തന്നെ 2-3 മൂവീസൊക്കെ ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ഞാൻ അങ്ങനെ പ്രഷർ കൊടുക്കുകയൊന്നുമല്ല. ആൻഡ് ഹൗ ഐ മാനേജ് സ്റ്റഡീസ്, ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് ഇനി ഞാൻ ട്യൂഷന് പോകുന്നുണ്ട്. രാവിലെ 7 മണിക്ക് ട്യൂഷൻ തുടങ്ങിയിട്ട് 9 മണിക്ക് അവസാനിക്കുന്ന ഒരു ട്യൂഷനാണ്. സോ ഞാൻ ആ ട്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ കൂടുതൽ പ്രഷർ കൊടുത്ത് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ച് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് ആ വെക്കേഷനൊന്നും അധികം കിട്ടില്ല, ആ സമയം നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. സോ ഈ വെക്കേഷനിൽ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നെക്സ്റ്റ് ടൈമിലേക്കുള്ള ഒരു മുൻകരുതൽ എന്ന പോലെ ഞാൻ പഠിക്കുന്നുണ്ട്. SSLC പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്യൂഷൻ അനുസരിച്ച് പഠിച്ചു പോകും. ഇപ്പോൾ ട്യൂഷൻ 8ാം തീയതി തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും ഒരുവിധം ഓണം എക്സാമിനുള്ള പോർഷൻസിൻ്റെ ഒരു 3/4 ഭാഗം അല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ സ്കൂൾ തുടങ്ങുമല്ലോ. അപ്പോൾ ഞാൻ ട്യൂഷനിൽ പഠിച്ച കാര്യങ്ങൾ ഒരു റിവിഷൻ പോലെ ഞാൻ സ്കൂളിൽ ചെന്നിരുന്നിട്ട് അത് കേൾക്കും. അപ്പോൾ സ്കൂളിലത്തെ കാര്യങ്ങൾ, അപ്പോൾ ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലവർ ഈ ഒരു ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്കൂളിലത്തെ ഒരു വർക്കും ചെയ്യാതെ വരുന്നത്. അപ്പോൾ ടീച്ചർ നോക്കി എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ പറയും ട്യൂഷനിൽ എന്തോ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഞാൻ ട്യൂഷനിൽ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്യും. അതാണ് എൻ്റെ റിയൽ സ്റ്റഡീസ്. ബട്ട് സ്കൂളിലത്തെ കാര്യങ്ങളും ഹോംവർക്കൊക്കെ ഞാനൊരു റിവിഷൻ പോലെ ചെയ്യും. ലൈക്ക് പ്രാക്ടീസിങ്. പിന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് ഇപ്പോൾ ട്യൂഷനൊക്കെ പോകണമെന്ന് വലിയ ആവശ്യമില്ല. പക്ഷേ എക്സാമിൻ്റെ തലേദിവസം ഓൺലൈൻ ക്ലാസ് കാണാതെ പോയാൽ എന്തോ ഒരു ഫീലാണ്. സോ ഞാൻ എന്തായാലും എക്സാമിന് റോസായിലോ എങ്ങാനും കാണും എന്തായാലും. സോ ഇത് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. സോ നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് നിങ്ങൾ ഇതുപോലെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് കമൻറ്റ് യുവർ സജഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ്
ആർ യു എ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ്? അങ്ങനെയാണെങ്കിൽ ഒന്നിച്ച് മുന്നേറാം ഈ ഒരു അക്കാദമിക് ഇയർ. താങ്ക് യു.